കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും സുപരിചിതവുമായതും നല്ല ഓർമ്മയിൽ നിൽക്കുന്നതും നിരവധി തവണകൾ വായിച്ച് മെസ്സേജുകൾ പറഞ്ഞിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതും നിരവധി മെസ്സേജുകൾ പല ദൈവദാസന്മാരിൽ നിന്ന് കേട്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് നമ്മൾ വായിച്ച ദൈവവചനം എന്ന് പറയുന്നത്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയം അത് തന്നെയാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത് കൊണ്ട് അവർ ഈ ലോകത്തിൽ പതറിപ്പോകത്തില്ല, തളരത്തില്ല. ക്രിസ്തുവിന്റെ സുവിശേഷവുമായി നിൽക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരോട് ലോകത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യമുണ്ട്. എന്നോട് അനവധി ആളുകൾ അത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവർക്കൊക്കെ എനിക്കറിയാവുന്ന ഭാഷയിൽ ബൈബിൾ പ്രകാരം മറുപടി കൊടുക്കാറുമുണ്ട്. എന്താണ് ഇവർ ചോദിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിന്റെ സുവിശേഷവുമായി ഈ ദേശത്ത് നെടുകയും കുറുകയും നടക്കുമ്പോൾ പലരെയും നമ്മൾ കണ്ടുമുട്ടും, സംസാരിക്കും, പല വീടുകളിലും ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് പൈസ? അമേരിക്കയിൽ നിന്ന് വല്ലതും കിട്ടാനുണ്ടോ? യൂറോപ്യൻ രാജ്യങ്ങൾ കിട്ടാനുണ്ടോ? ഗൾഫ് നാടുകൾ വല്ലതും കിട്ടാനുണ്ടോ? നിങ്ങളുടെ കൂടെ വന്നാൽ അമേരിക്കയിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ കിട്ടുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വരുമാനമുണ്ടോ? പിന്നെ അവർ അവസാനം ചോദിച്ചിട്ട് ചോദിക്കും, അല്ല, ദൈവം നിങ്ങൾക്ക് നൂരെ കിട്ടി ഇറക്കി തരുമോ? ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളല്ലേ? ഞാൻ നിരവധി തവണ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്. പ്രൈസ് ലോർഡ്. അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ പ്രാരംഭത്തിൽ പറയട്ടെ, അമേരിക്കൻ പണമോ യൂറോപ്യൻ രാജ്യങ്ങളുടെ പണമോ ഹല്ലേലൂയ, അതുകൊണ്ട് ലോകത്തിന്റെ 7 കൺട്രിയിൽ നിന്ന് അയച്ചു തരുന്ന പണമല്ല ഞങ്ങൾ ജീവിക്കുന്നത്. പ്രൈസ് ലോർഡ്. മാത്രമല്ല, ഞങ്ങൾ ജീവിക്കുന്നത് ദൈവം നൂലെ കെട്ടി ഇറക്കി തരുവോ എന്ന നിങ്ങളുടെ ചോദ്യത്തിന് ഒറ്റ വാക്കി പറയട്ടെ, ദൈവാത്മാവ് നടത്തുന്ന ദൈവമക്കൾക്ക് ദൈവം അത്ഭുതം ചെയ്യും. ദൈവാത്മാവിൽ നടക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഈ കളിയാക്കുന്ന വാക്കുകൾ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നോട് ഒരുപാട് പേര് ചോദ്യമുണ്ട്, നൂലെ കെട്ടി ഇറക്കി തരുമോ? സ്തോത്രം. എന്നെ കേൾക്കുന്ന പരിശ്രമക്കളെ ഞാൻ പറയട്ടെ, ദൈവം നൂലെ കിട്ടി ഇറക്കി തരുമെന്ന് പറഞ്ഞാൽ ആവശ്യ സമയങ്ങളിൽ ദൈവം അത്ഭുതം ചെയ്യുന്നവനാ. നമ്മൾ ഈ സ്തോത്രം സദൃശവാക്യം 25:11 വായിക്കും. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ എന്ന പോലെയെന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, കാട്ടിലെ സകല മൃഗങ്ങൾക്കും നാട്ടിലെ മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ, ആകാശത്തിൽ കോടാനുകൂടി പക്ഷിപർവ്വജാതികൾക്ക് അതിന്റെ ഫുഡ് കൊടുക്കുന്നവൻ, എണ്ണമറ്റ ആമി നിലയിൽ സമുദ്രത്തിന്റെ ആഴങ്ങൾ ഓടിപ്പാഞ്ഞ് നടക്കുന്ന മത്സ്യങ്ങൾക്ക് തീ കൊടുക്കുന്ന ദൈവം, ഈ ലോകത്തിലുള്ള 800 കോടി ജനത്തെ പോറ്റുന്ന ദൈവം, അവർക്ക് വീടുന്ന ജീവശ്വാസം നൽകുന്ന ദൈവം, അവർക്ക് വെളിച്ചം നൽകുന്നവൻ, ഇരുളും പകലും തന്ന് അവിടെ വെളിച്ചത്തെ തരുന്നവൻ, ഹല്ലേലൂയ, നമ്മുടെ യാത്രയിലൊക്കെ കൂടിയിരിക്കുന്നവൻ, അങ്ങനെ സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, വീണ്ടെടുപ്പിന്റെ രക്ഷകനായിരിക്കുന്ന, നിത്യജീവന്റെ അവകാശിയായിരിക്കുന്ന, നിത്യജീവനെ നൽകുന്നവനായിരിക്കുന്ന, മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചടക്കപ്പെട്ട് കല്ലറയ്ക്ക് ഒതുക്കുവാൻ കഴിയാതെ വന്നപ്പം കല്ലറയിൽ ഭേദിച്ച് പുറത്തു വന്നവൻ 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായിട്ടേ ഉയരത്തിലേക്ക് പോയി മഹിമയുടെ വലത്ത ഭാഗത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. തന്നിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ ബലഹീനതയ്ക്ക് തുണ നിന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട്
ദൈവം ഞങ്ങൾക്ക് നൂലെ കെട്ടി ഇറക്കി തരും. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നോട്ട് അവിടുന്ന് കെട്ടി ഇറക്കി തരുമെന്നല്ല, ബാക്കി സാധനങ്ങളും പലചരക്ക് സാധനം ഇവിടുന്ന് ഇറക്കി തരുമെന്നല്ല പറഞ്ഞ്, മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കും. മുഖാന്തരങ്ങളെ. അതുകൊണ്ടാണ് ഇവിടെ ഈ വചനം പറയുന്നത്, അവിടെ അതിനെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. ഞങ്ങൾ ഏത് വിഷയത്തിലാണ് ബലഹീനതപ്പെടുന്നോ ആ വിഷയത്തിന് ദൈവത്തിന്റെ ആത്മാവും ഞങ്ങൾക്ക് തുണ നിൽക്കുക. പ്രൈസലോ. സ്വന്തം ഭർത്താവിന് ഭാര്യ തുണയായി നിൽക്കുമ്പോഴാണ് ആ കുടുംബജീവിതം ധന്യമാകുന്നത്. ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചല്ല. ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം തുണയൊന്നുമല്ല, അവർക്ക് വേറെ തുണകളുമുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, ചിലരൊക്കെ അല്ലേ. സ്തോത്രം. അപ്പം ഭാര്യ ഭർത്താവിന് തുണ നിൽക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് തുണ നിൽക്കുമ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, മണവാട്ടിയാകുന്ന സഭയ്ക്ക് തക്ക തുണയായി, മണവാളനായി ഞങ്ങൾക്ക് കർത്താവുണ്ട്. കർത്താവ് ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും ഒക്കെ കടന്നു വരുമ്പോൾ ഞങ്ങൾ മുഴങ്ങാനും അടക്കി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഞങ്ങൾ ദൈവത്തോട് പറയും. അങ്ങനെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. സങ്കീർത്തനം 103:13 വായിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ മുട്ടുമടക്കി അങ്ങ് പ്രാർത്ഥിക്കും. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കും. ഞങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. യെശയ്യാ 13 കിടപ്പുണ്ട്. പലപ്പോഴും ഇതൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. പിന്നെ പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പീൻ. പത്രോസിന്റെ 5:6. തക്ക സമയത്ത് ഞങ്ങളെ ഉയർത്തേണ്ടതിന് ഞങ്ങൾ കർത്താവിന്റെ ബലമുള്ള കരത്തിൽ താണിരിക്കും. ബലമുള്ള കരമാണ് ഞങ്ങളുടെ കർത്താവിന്റെ കേട്ടോ. ഞങ്ങളുടെ കർത്താവിന്റെ കരം ബലമുള്ളതാണ്, ജീവനുള്ള കരമാണ്. ഹല്ലേലൂയ. അപ്പൊ 1 പത്രോസിന്റെ 5:7 വരും. വീണ്ടും ഈ പത്രോസിനെ പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എന്റെ പേരിൽ ഇട്ടുകൊള്ളി. അതെ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഈ പത്രോസും കൂടെയുള്ളവരും കൂടെ ഗന്നസരെ തടാകത്തിൽ മീൻ പിടിക്കുക, തിബിരിയാസ് കടലിൽ മീൻ പിടിക്കുമ്പോൾ അവരൊരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പുലർച്ചെ നമ്മുടെ യേശു കടൽക്കരയിൽ ചെന്ന് പത്രോസിന്റെ പടകിൽ കയറിയിരുന്ന് ജനത്തോട് സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് പത്രോസിന് പറഞ്ഞു, പത്രോസെ ആഴത്തിലേക്ക് പടക് നീക്കി വല വീശ്. പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിനെ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 5 വായിക്കണം കേട്ടോ. അപ്പം പത്രോസ് യേശു ക്രിസ്തുവിന്റെ വാക്കിനെ അനുസരിച്ച് ആഴത്തിലേക്ക് വല വീശി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നാളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതം. പത്രോസിന്റെ വല നിറഞ്ഞ് മീൻ, പെരുത്ത മീൻ കൊണ്ടും. ചുറ്റുമുള്ള ചെറുപടകളെല്ലാം വിളിച്ചിട്ട് ഈ വല വലിച്ച് കരയിൽ കയറ്റി. എന്ത് സന്തോഷമില്ലേ. അതുകൊണ്ടാണ് പത്രോസ്, അവൻ നിങ്ങൾക്കായി കരുന്നാകിയാൽ നിങ്ങളെ സകല ചിന്താകുലവനെ വേട്ടുകൊള്ളി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, അല്ലൊരു അവിടെ ആത്മാവ് ഞങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. പത്രോസിന്റെ ബലഹീനതയ്ക്ക് തുണ നിന്നവൻ ഞങ്ങളുടെയും ബലഹീനതയ്ക്ക് തുണ നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം സമയാസമയങ്ങളിൽ തരുവാൻ, നൂലേക്കിട്ട് ഇറക്കി തരുന്ന പോലെ തരുവാൻ ഞങ്ങളുടെ ദൈവം വിശ്വസനാണ്. നിങ്ങളുടെ ദൈവത്തിന് കഴിയാതെ പോയതേ എന്റെ കുഴപ്പമൊന്നുമല്ല. എന്റെ ദൈവത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ എന്നും ഈ അമേരിക്കൻ ഡോളർ കണ്ടൊന്നുമല്ല ജീവിക്കുന്നത്. സ്തോത്രം. ഒരിക്കലും എന്നോട് സഹോദരി ഡോളറൊക്കെ കിട്ടാറുണ്ടോ ചോദിച്ചു. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഞാൻ പറയട്ടെ, ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് 25 വർഷമായി. ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ മെസ്സഞ്ചറിലും ഒക്കെ ഒരുപാട് ബാക്കിയായി ഒരുപാട് ബന്ധങ്ങളും പരിചയങ്ങളുണ്ട്. ഇന്ന് വരെ ഒരു ഡോളർ എങ്ങനെ ഇരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പടത്തിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുള്ള ഡോളറാവേ, നേരിട്ട് കണ്ടിട്ടില്ല, എന്റെ കൈ കൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. അന്നേരം എന്നോട് എല്ലാവരും ചോദിക്കും, ഡോളർ കിട്ടാറുണ്ടോ എന്ന്. അല്ലേ, ഞങ്ങൾക്ക് ഡോളർ കർത്താവ് തരാറുണ്ട്. അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ തരുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീരെല്ലാം മാറിപ്പോകുന്നേ. സ്തോത്രം. താങ്കൾ വിശ്വസിച്ച് വന്നാൽ താങ്കളുടെ സകല പ്രശ്നങ്ങൾ കർത്താവ് പരിഹരിക്കും. പ്രൈസ് ദി ലോർഡ്.
എന്നെ കേൾക്കുന്ന മാതാപിതാവ് മാറി നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ നിങ്ങൾ പരിഹസിക്കാതെ, പല്ലിളിച്ച് കാണിക്കാതെ. ചില ഞങ്ങളെ കാണുമ്പോൾ പല്ലിളിച്ച് കാണാം, മുമ്പിൽ എല്ലാം കൂടെ അങ്ങ് വരും പല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏരിയ കളിയാക്കുന്നത് കേട്ടോ, ഒരുപാട് അനുഭവിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾക്കതൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഒരുപാട് കളിയാക്കും, അപമാനിക്കും, നിന്ദിക്കും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. പക്ഷെ ഞങ്ങൾക്ക് ലജ്ജ തോന്നാറില്ല. അതുകൊണ്ടാണ് സങ്കേതം 34 വായിക്കുന്നത്, അവങ്കേക്ക് നോക്കുക പ്രകാശരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ഞങ്ങളുടെ കർത്താവിനെ നോക്കുന്നതുകൊണ്ട് ഞങ്ങൾ ലജ്ജിക്കത്തില്ല. നിങ്ങൾ എന്തെല്ലാം കളിയാക്കിയാലും, നിന്ദിച്ചാലും, അപമാനിച്ചാലും, പരിഹസിച്ചാലും ഒക്കെ ആ മിലലിയ കാണ്ടാമൃഗത്തിന്റെ തോല് പോലെ ഞങ്ങൾക്ക് ഭയങ്കര തോൽക്കട്ടി, അതെല്ലാം ഏൽക്കാൻ ഞങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ പരിഹാസങ്ങളൊക്കെ. അപ്പം ഞങ്ങള് നിങ്ങളെ പരിഹസിക്കാൻ തിരിച്ചു പറയാത്താനറിയോ? നിങ്ങൾ ആ 1-ാം സംഖ്യത്തിനകത്തെ 1-ാമത്തെ വാക്യത്തിൽപ്പെടുന്ന ആളായതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് മറുപടി പറയാൻ നിൽക്കത്തില്ല. ഞങ്ങളെ പരിഹസിക്കുമ്പോൾ അപമാനിക്കുക വെച്ചപ്പോൾ ഞങ്ങൾ ആദ്യം ചിന്തിക്കുന്നു, പരിശുദ്ധ ഞങ്ങളുടെ തരുന്ന വാക്യം ഏതായോ? 1-ാം സംഖ്യ 1-ാം വാക്യമോ? കാണാതെ പറയാൻ അറിയാമെങ്കിൽ അടി കമന്റ് ബോക്സിൽ കമന്റ് എന്നിട്ട് ഏത് വാക്യം വന്നു കേട്ടോ. നിങ്ങളല്ലേ ബൈബിൾ എടുത്ത് 1-ാം സംഖ്യ 1-ാം വാക്യം വായിക്കണം. അപ്പൊ ഞങ്ങളെ പരിഹസിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് വരും. അപ്പം കർത്താവ് പറയും, അവരല്ലേ, അവർ പോട്ടെ, അവരങ്ങനെ തന്നെയാണെന്നേ, അവരങ്ങനെ തന്നെയാണ്. ഫ്രൈസോ. അപ്പൊ ഞങ്ങൾക്കറിയാം അവരങ്ങനെ തന്നെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, ഇവിടെ ദൈവാത്മാവ് അമ്പണ്ണത്തിന്റെ ആത്മാവ് അല്ലെലിയ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. വീണ്ടും പോലെ പ്രാർത്ഥിക്കരുത് എന്തെന്ന് നാം അറിയുന്നില്ല. വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് പരിശുദ്ധാത്മാവ് തുണ നിന്ന ഉച്ചരിച്ചുകൂടാത്ത അല്ലെങ്കിൽ ആടാത്ത ഭാഷകളാൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ തല ഉയർത്തി നിൽക്കുക. പ്രൈസ്. പിന്നെ ഞങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അത് അവരോട് ചോദിച്ചാൽ മതി, എന്നോടും ചോദിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കത്തില്ല. ഞങ്ങൾക്ക് അന്നത്തേക്കുള്ളത് ദൈവം തരും. പ്രൈസ്. അല്ലെങ്കിൽ അപ്പോൾ ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വചനം പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ തകർന്നിരിക്കുന്ന അനുഭവം, നീ തളർന്നിരിക്കുന്ന അവന്റെ അനുഭവം, സങ്കടപ്പെട്ട് മനസ്സ് വേദനിച്ചിരിക്കുന്ന സാഹചര്യം ഏതാണ്? ലേലിയ, നിനക്ക് കഴിയാത്ത ചില വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയത്തെ നീ കർത്താവിനെ നേൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവത്തിന് മുഴങ്കാലം മടക്കി നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ലേലിയ, നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആ കർത്താവ് നിന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തി തരും. പ്രൈസലോ. നിന്റെ സകല കാര്യങ്ങളും, നിന്റെ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും, നിന്റെ തലമുറയുടെ സകല പ്രശ്നങ്ങളും നന്നായി ഭംഗിയായി നടത്തി തരുവാനൊരു യേശു കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടാണ്. ഞങ്ങളുടെയൊക്കെ വിശ്വാസം അതാണ്. അല്ല ഞങ്ങള് അല്ലതീയ ഒന്നും കരുതി വെച്ചിട്ടല്ല ജീവിക്കുന്നത്. സ്തോത്രം. ലേരിയ, എന്നെ കേൾക്കുന്ന പ്രശ്നീകതരെ, ഞങ്ങളൊക്കെ കയറിക്കിടക്കാൻ ഭവനമില്ലാത്തവരാ. ഞാനൊക്കെ 25 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ബലഹീനത അറിഞ്ഞ് ഞങ്ങളുടെ വേണ്ടി തുണ നിൽക്കുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് ഞങ്ങളങ്ങോട്ട് മുന്നോട്ട് നടക്കുക. ഞങ്ങൾ പിന്നോട്ടല്ല നടക്കുന്നത്, മുമ്പോട്ട് തന്നെ യാത്ര ചെയ്യുകയാണ് ഞങ്ങൾ. ചിലര് ഞണ്ട് നടക്കുന്നവരെ, ഞണ്ട് നടക്കുന്നതിൽ കണ്ടിട്ടുണ്ടോ? ഞണ്ട് മുന്നോട്ട് നടക്കത്തില്ല, പുറകോട്ട് നടക്കുക. അവസാനം ആ കുഴിയിലേക്ക് തന്നെ ചെന്ന് ചാടുന്ന പോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പിന്നോട്ട് നടക്കുന്ന ഞണ്ടിന്റെ സ്വഭാവമുള്ളവരല്ല, മുമ്പോട്ട് കുതിക്കുന്നവരാ. അതുകൊണ്ട് ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, ഞങ്ങളുടെ രക്ഷകനായിരിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരുത്തുന്ന, ചോര തന്ന, ജീവൻ തന്ന് ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങൾക്ക് നല്ലൊരു കർത്താവുണ്ട്. പ്രൈസ്. അതുകൊണ്ട് ഞങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുക. പിതാവിന്റെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളുടെ ദൈവം. ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങോട്ട് അറിയിക്കും. അല്ലെങ്കിൽ അപ്പൊ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ഞങ്ങളുടെ ഹൃദയത്തെ നിലവുകളെ അങ്ങ് കാക്കും ക്രിസ്തുയേശുവിലൂടെ. അപ്പൊ ഞങ്ങൾ സന്തോഷിക്കും കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആരോടും ചോദിക്കരുത്. ഞാനത് പറയാൻ കാരണം പലരുടെ ഈ ചോദ്യം നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്കുള്ളിൽ വസിക്കുന്ന ആത്മാവ് പ്രാർത്ഥനാവീരനാ. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ വീരൻ. പ്രാർത്ഥനാവീരനാ പരിശുദ്ധാത്മാവ്. അത് ആത്മാവ് ബലഹീൻ തുണ നിൽക്കുന്ന പറയാം. പ്രാർത്ഥനാവീരനല്ലേ ആത്മാവ്. അതെ,
അവൻ അവർ നിങ്ങളിൽ അല്ലയ്യ അവൻ സ്തോത്രം ആര് പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുമ്പോൾ ആദ്യമായി ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതയെ മാറ്റി നിങ്ങളുടെ ശരീരത്തെ അവന്റെ ആലയമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതയെ മാറ്റിയിട്ട് നിങ്ങളെ ദൈവത്തിന്റെ ആലയമായി ദൈവത്തിന്റെ മന്ദിരമാക്കി മാറ്റും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ ആലയമാകുന്നു, ദൈവത്തിന്റെ വാസസ്ഥലമാകുന്നു, ദൈവത്തിന്റെ ഭവനമാകുന്നു, ദൈവത്തിന്റെ കൃഷി ഇടമാകുന്നു. നിങ്ങൾ അങ്ങനെ വിവിധ നിലകളിൽ നിങ്ങളെ ദൈവം വേർതിരിച്ച് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കൂടാരത്തെ, നിങ്ങളുടെ ജീവിതമാകുന്ന ശരീരത്തെ ദൈവത്തിന്റെ പ്രാർത്ഥന ഭവനമാക്കി, പ്രാർത്ഥനയുടെ വീടാക്കി മാറ്റി. അപ്പൊ ഞങ്ങൾ എന്തു പ്രശ്നം വന്നാലും എന്ത് ചെയ്യുന്ന പറയുക, ഞങ്ങൾ മുഴക്കാനും മുടക്കും, മുട്ടുമുടക്കി പ്രാർത്ഥിക്കും. അതാണ് ഞങ്ങളുടെ വിജയം കേട്ടോ. ലേരിയ. അപ്പൊ ഇന്ന് പകരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, നിങ്ങളിൽ നല്ല പ്രവർത്തി ആരംഭിച്ച ക്രിസ്തുവിന്റെ നാമോളം അതിനെ തികയ്ക്കുമെന്നൊക്കെ പിരിപ്പിലേഖനം വന്നിട്ട് 4 വായെഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിൽ നല്ല പ്രവർത്തി ആരംഭിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. തളർന്നിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന കണ്ണുനീരിന്റെ നടിയിലൂടെ കുടുംബത്തിൽ സമാധാനമില്ലാതെ ഇരിക്കുന്ന ചില ജീവിതം കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ജീവിതത്തെ നീ കർത്താവിന് കൊടുത്താൽ, നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിക്കുവാൻ കർത്താവിന് വേണ്ടി നിന്റെ ശരീരത്തെ ഒന്ന് വിട്ടുകൊടുത്ത, നിന്റെ മന്ദിരത്തെ ഒന്ന് വിട്ടുകൊടുത്താൽ, അവന്റെ പ്രാർത്ഥന വീടായി നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ സമർപ്പിച്ചാൽ, നിന്റെ ബലഹീനതകളെ മുഴുവൻ മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. രോഗിയായിരിക്കാം, നിന്ദിക്കപ്പെട്ടേക്കാം, പരിഹസിക്കപ്പെട്ടേക്കാം, എല്ലാവരും തള്ളപ്പെട്ടവളായിരിക്കാം, ആരുടെ സ്നേഹം കിട്ടാത്തവളായിരിക്കാം. ലേറിയ ഒരിറ്റു സ്നേഹത്തിനു വേണ്ടി നീ യാചിക്കുന്നവനായിരിക്കാം. ആരും നിന്നെ കണ്ടില്ലെങ്കിലും നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ടെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നൊരു ദൈവമുണ്ട്. നീ കിടപ്പിലായിരിക്കാം, കാലൂന്നി നിൽപ്പാൻ കഴിയാത്ത, മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേൽപ്പാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. അഥവാ സ്വന്തം കാലിൽ എഴുന്നേറ്റാലും ഒരു വടിയുടെ സഹായത്തോടെ ആയിരിക്കാം നീ നടക്കുന്ന, ഒരു വടിയില്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. അങ്ങനെ നീ ആയിരിത്തീർന്നാലും നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ നടത്തുന്നേ, അവന്റെ വലങ്കൈ പിടിക്കും. പ്രൈസ്. നരയ്ക്കോളം ഞാൻ നിങ്ങളെ ചുമക്കും, വാർദ്ധക്യം നരയുള്ള കാലത്ത് ഞാൻ നിങ്ങളെ ചുമക്കും നമ്മുടെ കർത്താവ് പറയുന്നുണ്ടല്ലോ. പ്രൈസ്. അവിടെ ഇന്ന് പകൽ ആരെങ്കിലും മനസ്സും ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ദൈവസന്നിധിയിലേക്ക് നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്കെന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഉപദേശിച്ചു തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ എന്ന് വേണ്ടതെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിനും സ്തോത്രത്തോടെ, അപേക്ഷയോടെ, യാചനയോടെ ദൈവത്തോട് പറ. ലേലിയ. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും കേൾക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. രക്തജയം. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ സങ്കടപ്പെട്ട് കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ നടുവിൽ നിങ്ങളായിരിക്കുമ്പോൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഒരാളോട് പങ്കുവെക്കുമ്പോൾ അത് ക്ഷമയോടെ ഇരുന്ന് കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ സങ്കടങ്ങൾ പറയുമ്പോൾ അവർ കാട് കയറി സംസാരിക്കും. കാട് കയറി അവരതിനിടയ്ക്ക് കയറി ആ സംസാരത്തിന്റെ നിങ്ങളുടെ ആ വിഷയങ്ങളൊക്കെ അങ്ങ് അത് പറയാൻ അനുവദിക്കാതെ അവരങ്ങ് കാട് കയറാൻ തുടങ്ങും. അങ്ങനെയുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും നമ്മുടെ സങ്കടങ്ങൾ പറയാൻ ചെല്ലുമ്പോൾ ഉടനെ അവരേതുകൊണ്ട് വലിയ കാര്യങ്ങൾ കൊണ്ട് ഈ ലോകത്തെ കീഴ്മയെ മറിച്ചതുപോലെയല്ല ചില വിഷയങ്ങൾ കൊണ്ടുവരും. നമ്മളെ കൊണ്ട് പറയിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ സങ്കടം കേൾക്കാൻ ഈ ഭൂമിയിൽ ആരും കാണത്തില്ല. എന്നാൽ നിന്റെ സങ്കടങ്ങളെ ക്ഷമയോടെ ഇരുന്ന് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സങ്കടങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കേൾക്കുന്ന ദൈവം, അവൻ മനസ്സിലുള്ള ദൈവമാ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 9-26 വാക്യം തോന്നുന്നു, വായിച്ചു നോക്കണം കേട്ടോ. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നീരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിയുന്ന എല്ലാവരെയും നമ്മുടെ കർത്താവ് പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ. ഇടയനില്ലാത്ത ആടുകളുടെ സ്ഥിതി എന്താ? അല്ലേരിയ. അതിനെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ?
അതിങ്ങനെ ഓടി ചാടി മാറിഞ്ഞ് അവസാനം വല്ല വണ്ടി തട്ടി അല്ലെങ്കിൽ വല്ല കുഴിയിൽ ചെന്ന് ചാടി അതിന്റെ ജീവൻ പോകും. അല്ലെങ്കിൽ ആടുകളിലെ ശത്രുവൻ ചെന്നായ്ക്കൾ അതിനെ തകർത്ത് കളയും എന്ന് പറഞ്ഞ പോലെ ഈ സാഹചര്യത്തെ നോക്കി, പുരുഷാന്തത്തെ നോക്കി ദൈവം പറയും, ഇടയില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും കുഴഞ്ഞവരുമായി അവരെ കണ്ടിട്ട് നമ്മുടെ കർത്താവ് മനസ്സറിയും. പ്രൈസറോ, അത് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, ഇടയില്ലാത്ത ആടിനെ പോലെ നീ ജീവിക്കരുത്. സഹോദര, യുവതി യുവാക്കന്മാർ പറയട്ടെ, ഇടയിലില്ലാത്ത ആടിനെ പോലെ നീ അഴിഞ്ഞാടി നടക്കരുത്. എൻ്റെ അപകടത്തിൽ ചെന്നയാളും നിനക്കൊരു ഇടയൻ ഉണ്ടെങ്കിൽ അല്ലേടിയ അവൻ നിന്നെ പേർ വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് നിന്നെ നടത്തും. നീ ഇടയന്റെ ശബ്ദം കേട്ട് ഇടയനെ അനുഗമിക്കും. ഇടയൻ നിന്നെ എപ്പോഴും ചേർത്ത് പിടിക്കും. അല്ലേലിയ. യോഹന്നാന്റെ വിവരണം 10-ാം അധ്യായം വായിച്ചാൽ മതി കേട്ടോ. ഇടയന്റെ നല്ല സ്നേഹത്തെ കാണാൻ കഴിയും. അല്ലേലിയ. അപ്പൊ ഇടയനല്ലാത്ത കൂലിക്ക് ഇടയൻ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് കേട്ടോ. കൂലിക്കാരൻ, അവർക്ക് ആത്മാക്കളെ കുറിച്ച് ഭാരമൊന്നും കാണത്തില്ല. നമുക്കറിയാം, അനുഭവത്തി പ്രാസംഗികര് അവര് യഥാർത്ഥത്തിൽ ആത്മഭാരമുള്ള ആടുകൾ ഇടയന്മാരല്ല കേട്ടോ. അവര് കൂലിക്ക് ശുശ്രൂഷിക്കുന്നവരുണ്ട്. കൂലിക്ക് ശുശ്രൂഷയ്ക്ക് ഒരുപാട് ഇടയന്മാർ ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നതിന്റെ സകല വിഷയങ്ങൾ കേൾക്കാൻ യേശുവിന് കഴിയും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് എങ്ങനെ, വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയാതിരിക്കാം. അപ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സഹായമായി കൂട്ടുകയാണെങ്കിൽ, അതിങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനയ്ക്ക് സഹായമായി കൂട്ടുന്നത്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയോടൊപ്പം പരിശുദ്ധാത്മാവ് ഉണ്ട് കേട്ടോ. ആ പരിശുദ്ധാത്മാവിലെ നീ നിന്റെ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കൂട്ടി നിർത്തുമ്പോൾ, വീണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നിനക്കറിയില്ലെങ്കിൽ നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. അല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിനോട് പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലിരുന്ന് അല്ലേലൂയ ആത്മാവേ നീ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ. അല്ലേലൂയ. റോമാലേഖനം 8:26 എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ് എഴുതിക്കുന്നത്? വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതെ, നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ലെങ്കിലും നീ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വരണമേ, പരിശുദ്ധാത്മാവിൽ വസിക്കണമേ, എന്നോട് ചേർന്നിരുന്ന എനിക്ക് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരാളത്തൊരു വ്യക്തിത്വമാകട്ടോ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെങ്ങനെ വിശ്വസിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ദൈവമാണ്. ഞാൻ ഒരുപാട് ബലഹീനതയിലൂടെ കടന്നു പോകാറുണ്ട്. ഒരുപാട് ബലഹീനത കടന്നു പോകുമ്പോൾ ഞാൻ ആകെ ആശ്രയിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. ഞാൻ ആദ്യം പരിശുദ്ധാത്മാവോട് പറയും, കർത്താവേ അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിറച്ച് എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കണമേ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും, എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ എനിക്ക് എന്നോട് പ്രാർത്ഥന വിഷയം പറയുന്ന എല്ലാവരും ഞാൻ നിരന്തരം ഓർക്കാറുണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പലർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനായി, ഭാരതത്തിനായി, ലോക രാജ്യങ്ങളേക്ക് ഓർത്ത് അധികാരവർഗങ്ങൾക്ക് നിരന്തരം പ്രാർത്ഥിക്കുക. എന്താ, എന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരു ആത്മാവുണ്ട്. എന്റെ ശരീരം ബലഹീനമാണെങ്കിലും എന്റെ ഉള്ളിലെ ആത്മാവ് ശക്തനാണ്. എന്റെ ശരീരത്തിന് മാത്രമേ ബലഹീനത ഭവിക്കത്തുള്ളൂ. എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരിക്കലും ബലഹീനനല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ശരീരം ബലഹീനമായിരുന്നാലും, അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പുറമേയുള്ളവൻ ക്ഷയിച്ചാലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്നാണ്. അതേ, പുറമേയുള്ള ഈ ജഡമുണ്ടല്ലോ, ക്ഷയിച്ചേക്കാം. പുറമേയുള്ള ജഡം ക്ഷീണമൊക്കെ വന്നേക്കാം. പക്ഷെ അകത്തൊരുവനുണ്ടായിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിത, അകത്തൊരുവനുണ്ടെങ്കിൽ ആരകത്ത് വേണ്ടിയത്? പരിശുദ്ധാത്മാവ് വേണം കേട്ടോ. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു സ്ഥലത്തും ബലഹീനത അനുഭവിക്കേണ്ടി വരത്തില്ല. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവം പരിഹരിക്കും, രക്തം ചെയ്യും. പ്രൈസ് ലോർഡ്. ജീവിതത്തിൽ ഒരുപക്ഷെ മുന്നേറേണ്ടതുപോലെ മുന്നേറുവാൻ കഴിയാതെ, ഉയരേണ്ടതുപോലെ ഉയരാൻ കഴിയാതെ
ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും നിനക്കുണ്ടായത് അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ ഹല്ലേലൂയ പലപ്പോഴും നീ വേദനിക്കപ്പെടാറില്ലേ? നീ ചോദിച്ചിട്ടില്ലേ കർത്താവോട്, എന്നെ മറന്നോ കർത്താവേ? എന്നെ അനാഥനായി വിട്ടോ? എനിക്ക് ആരുമില്ലേ? അങ്ങന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? എല്ലാം എന്റെ വിധിയാണ്, ഞാനിതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ, ഞാനിതെല്ലാം സഹിക്കുന്നു, ഇനി എനിക്ക് മരണം മതി, എനിക്ക് വേണ്ട കർത്താവേ ജീവിതം എന്നൊക്കെ നീ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള പലരും എനിക്കറിയാമല്ലോ. പരിശുദ്ധമ്മയോട് പറഞ്ഞ് പലരും ഇപ്പോഴും പറയുന്നു. അതെ, നിന്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ പരിശുദ്ധന്മാവ് പറയുക, ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ശരീരത്തെ പ്രാർത്ഥന വീടാക്കി മാറ്റി നിന്റെ കൂടാരത്തെ ദൈവത്തിന്റെ വാസസ്ഥലമായി അവന്റെ മന്ദിരമായി ഭവനമാക്കി നീ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നിന്റെ മേൽ ആത്മാവിനെ അയക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് മറ്റൊരു അനുഭവത്തിലേക്ക് എത്താൻ കഴിയും. ഹല്ലേലൂയ. പഴയത് മാറി ഒരു പുതിയ അനുഭവം കിട്ടും. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പാണ് നമുക്ക് ആവശ്യം. അപ്പൊ റോമാലേഖനം 8:26 വളരെ ധ്യാനിച്ച് പരിശുദ്ധാത്മാവേ നീ ഉച്ചരിച്ചു കൂടാത്ത ജനക്കങ്ങളാൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണമേ എന്ന് നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരുമെന്ന്, നിന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, നിങ്ങളുടെ കണ്ണുനീര് മുഴുവൻ തുടയ്ക്കും. ഹല്ലേലൂയ. അതെ, ആത്മാവിന് വസിക്കുവാനാണ് നമ്മുടെ ഹൃദയം കൊടുക്കേണ്ടത്. ഏതാത്മാവിന്? പരിശുദ്ധാത്മാവിന്. പലരുടെയും ജീവിതത്തിൽ ദുരാത്മാവ് വസിക്കുന്നത്. ദുരാത്മാവിൽ നിറയപ്പെട്ട് ദുരാത്മാവ് വസിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്നേ. ഹല്ലേലൂയ. എന്ന പരിശുദ്ധാത്മാവാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണുനീരെല്ലാം തുരുത്തിയിലാക്കി വെക്കുന്നൊരു ദൈവമുണ്ട്. തുരുത്തിയിലാക്കി മാത്രം വെക്കുകയില്ല, അതവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. ഇതുവരെ നീ കരഞ്ഞ കണ്ണുനീരെല്ലാം എന്റെ കർത്താവിന്റെ തുരുത്തിയിലുണ്ട്, അവന്റെ പുസ്തകത്തിലുണ്ട്. നിന്നെ കണ്ടു പകയ്ക്കുന്നവർ ലജ്ജിക്കേണ്ട നന്മയ്ക്കായ ഒരു അടയാളം കൂടെ തരുവാൻ ദൈവം ആഗ്രഹിക്കുകയും 86 സംഗീതത്തിൽ ലാസ്റ്റ് ഭാഗത്തേക്ക് വീഴും കാണുന്നുണ്ട്. എന്നെ കണ്ടു പകയ്ക്കുന്നവർ ലജ്ജിക്കായി ഒരു അടയാളം തരണമേ. ഞാനീ പറയുന്ന ദൈവത്തിന്റെ വചനങ്ങളും ഒക്കെ നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കണം കേട്ടോ. അത് ഞാൻ പറയുന്ന വാക്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ ഇല്ലയോ ബൈബിൾ എടുത്ത് നോക്കി വായിച്ചിട്ട് നിങ്ങൾ കർത്താവ് കാണാം, കർത്താവ് ഇന്ന് ഞാൻ കേട്ട വചനമെല്ലാം എന്നെ ശക്തിപ്പെടുത്തുന്നതാണ്, എന്നെ ബലപ്പെടുത്തുന്നതാണ്, എന്റെ സങ്കടങ്ങൾ തീർക്കുന്നതിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നതാണ്, എന്നെ ബലഹീനത ചെയ്യുന്നത് ബലമുള്ളവനാക്കി തീർക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞ് നിങ്ങൾ കർത്താവിനോട് ധരിപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നവൻ യേശു മാത്രമാണ്. യേശു സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്തിൽ നിങ്ങളെ ആരും സ്നേഹിക്കത്തില്ലെന്നേ. മനുഷ്യൻ നിങ്ങളുടെ കുറവുകളെല്ലാം കണ്ടുപിടിക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ നിങ്ങളുടെ കുറവുകളെല്ലാം കണ്ടുപിടിക്കും. മനുഷ്യന്റെ കണ്ണുകൊണ്ട് മനുഷ്യന്റെ കുറവുകൾ മാത്രമേ, നിങ്ങളുടെ കുറവുകൾ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ നല്ല വശത്തെ പോലും മനുഷ്യൻ എന്ത് ചെയ്യും? അത് മോശമായിട്ട് ചിത്രീകരിക്കും. നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും, നല്ല രീതിയിൽ നടന്ന നല്ലതായിട്ട് ജീവിച്ചാലും നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയുന്ന പരദൂഷകന്മാരായിരിക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരുണ്ട് കേട്ടോ. അവരുടെ ജോലി പരദൂഷണമാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെക്കുറിച്ച് ഇന്നും പരദൂഷണം പറയുന്നവർ കാണും. ഈ ആട്ടും തോലണിഞ്ഞ ചെന്നായ്ക്കൾ എന്നൊക്കെ പറയുന്നില്ലേ? ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ അല്ലേ ഈ സ്തോത്രം. എന്നെ കേൾക്കുന്നവർ ഈ പലരും നിങ്ങൾ നോക്കുമ്പോൾ വിശ്വാസികളാണെന്ന് തോന്നിയാലും, ആടുകളാണെന്ന് തോന്നിയാലും അവരുടെ ഉള്ളിൽ എന്താ? ചെന്നായുടെ സ്വഭാവമാണ്. ആടിന്റെ തോലണിഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ, ഉള്ളിൽ ചെന്നായുടെ സ്വഭാവമാണ്. ലേലിയ. അപ്പൊ പലരും നിന്നെ കടിച്ചു കയറാൻ വരും, നിന്നെ നശിപ്പിക്കാൻ വരും, നിന്നെക്കുറിച്ച് ആക്ഷേപം പറയും, നിന്റെ തലമുറയെക്കുറിച്ച് ആക്ഷേപം പറയും, നിന്റെ മക്കളെക്കുറിച്ച് ആമേൻ അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്തൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും. നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ ഭർത്താവിനെക്കുറിച്ച്, നിന്റെ ഭാര്യയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുന്ന പരദൂഷകന്മാരുണ്ട്, പരദൂഷകൻ പറയുന്ന സ്ത്രീപുരുഷന്മാരുണ്ട്. അവരെ കണ്ട് നീ അന്താളിച്ചു പോകാതെ, ഹല്ലേലൂയ, അവരെ കണ്ട് നീ മനം കലങ്ങി പോകാതെ അവരുടെ നടുവിൽ നീ ജീവിച്ച് കാണിക്കണം. അവരുടെ നടുവിൽ ജീവിച്ച് കാണിക്കുവാൻ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? പലരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ബലഹീനനായി മാറുമ്പോൾ
ഇവിടെയാണ് പരിശുദ്ധാത്മാവ് പറയുന്ന അവണ്ണം തന്നെ ആത്മാവ് നമുക്ക് വേണ്ടി അല്ലേലൂയ തുണ നിൽക്കുന്നു. അല്ലേലൂയ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ജീവിതത്തിൽ അല്ലേലൂയ സ്തോത്രം ഒരു 4 സർജറി നേരിട്ട ആളാണ്. അല്ലേലൂയ 4 സർജറി ചെയ്യുന്ന സമയത്ത് 3 സർജറിക്ക് എൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. അല്ലേലൂയ 4ാമത്തെ സർജറി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാര്യ എന്നോട് മരിച്ചുപോയി. 4ാമത്തെ സർജറിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി രാത്രി 7:30 സർജറി തുടങ്ങി. ഒരു 9:30 ആയപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞു. എന്നെ കൊണ്ട് ICU കിടത്തി. വെളുപ്പിന് 3:30 മണിക്ക് ഞാൻ കിടന്ന ICUയിൽ ഞാൻ ആ കിടന്ന ബെഡിൽ തന്നെ എഴുന്നേക്കാൻ ശ്രമിച്ചു. അവിടെ നഴ്സുമാരോട് പറഞ്ഞ് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി മുഴുവൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ കുന്നംകുളം ചൂണ്ടൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിന് അവിടെ എന്നെ ഷാജി ഭാസ്കർ എന്ന് പറയുന്ന ഡോക്ടർ ഓപ്പറേഷൻ വെളുപ്പിനെ 3:30 മണിയായപ്പോൾ 3:30-4 മണിയായപ്പോൾ അദ്ദേഹം വന്ന് എങ്ങോട്ട് കുഴപ്പമൊന്നും. ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല. എന്നെ 7 മണി കഴിഞ്ഞപ്പോൾ എന്നെ എന്ത് ചെയ്തു, ICU വാർഡിൽ കൊണ്ടുവന്നു. ആ ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് ആ ആദ്യത്തെ സമയം തന്നെ ഞാൻ തന്നെ ബാത്റൂമിൽ യൂറിന് പോയി എന്നുള്ളതാണ്. പിന്നെ ഞാൻ എങ്ങും ക്ഷീണപ്പെട്ട് കിടക്കാൻ തുടങ്ങിയില്ല. എന്നെ നന്നായിട്ട് താങ്ങും ഒരാൾ കൂട്ടത്തിലുണ്ട്, സഹോദരൻ്റെ കൂട്ടത്തിലുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ചർച്ചിലെ സഹോദരനെ ആത്മഹത്യ വേണ്ടി കൂട്ടത്തിലുണ്ട്. എൻ്റെ മോളുണ്ട്, എൻ്റെ അളിയൻ്റെ ഭാര്യയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ എൻ്റെ മുറിവിൻ്റെ വേദനകളും എൻ്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി എനിക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തന്നു. അല്ലേലൂയ. ഓപ്പറേഷൻ കഴിഞ്ഞ് രാവിലെ 7:30-7:45 ഞാൻ ഹോസ്പിറ്റലിൻ്റെ എന്നെ വാർഡിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ, വാർഡ് റൂമെടുത്തിട്ട് അവിടെ കൊണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് ദൈവത്തിൻ്റെ വചനം ഞാൻ അവിടെ ശുശ്രൂഷിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വചനം ശുശ്രൂഷിച്ചെന്ന്. അല്ലേലൂയ. ആദ്യം ഫേസ്ബുക്കിലും ഉണ്ട്, യൂട്യൂബിലും ഒക്കെ ഉണ്ട്. എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ദൈവം. ഞാനതൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ തളരാതിരിക്കാൻ വേണ്ടിയിട്ടാ, നീ തകരാതിരിക്കാൻ വേണ്ടിയിട്ടാ. നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സങ്കടങ്ങൾ നീ കണ്ണതിലൂടെ ദൈവത്തോട് പറ. കേൾക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ കാത് കേൾക്കുന്നതാകട്ടോ. അല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ കാത് കേൾക്കുന്നതാ, കാത് കേൾക്കാത്ത ദൈവമല്ല. നമ്മുടെ ദൈവത്തിന്റെ കണ്ണ് കാണുന്നതാ, നമ്മുടെ ദൈവത്തിന്റെ ആദരങ്ങൾ ചലിക്കുന്നതാ, അവന്റെ കൈ സ്പർശിക്കുന്നതാ, അവന്റെ കാൽപാദം അവന്റെ സ്പർശനമുള്ളതാ, ജീവനുള്ളതാ. അല്ലേലൂയ. അതാ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുങ്ങിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടുമില്ല എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1 കിടപ്പുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചെല്ലോട് പറയുന്ന ദൂത്, എന്നെ കേൾക്കുന്ന സഹോദര ദൈവാത്മാവിനോട് പറയുന്ന ദൂത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെ കർത്താവിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാണ്ട് ചെവി മന്ദമായിട്ടില്ല. നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നീ ദൈവത്തോട് പറയുമ്പോൾ നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ സംരക്ഷിക്കും കേട്ടോ. എപ്പം ചെയ്യാം, തളരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഞാനൊക്കെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് പറയുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ഒറ്റപ്പെടാറുണ്ട്, ഇപ്പോഴും ഒറ്റപ്പെടാറുണ്ട്. പലപ്പോഴും എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്താറുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ലേലൂയ. അത് ചെയ്താൽ അവരൊക്കെ തന്നെ ഓരോ കാരണം കണ്ടുപിടിക്കും. ഞാനായിട്ട് ആർക്കും ഒരു ദോഷത്തിന് പോകാറൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലെ, ഞാനങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. എന്നാലും ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങളും എടുത്ത് പറയും കേട്ടോ. ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവേ എന്നിൽ പ്രവർത്തിക്കാൻ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ രാവിലെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പൊ അവരെന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ശത്രുവിനെ പോലെ കാണും. അപ്പൊ ഞാൻ പറയും, കർത്താവേ, അവരെൻ്റെ സഹോദരങ്ങളാ, അവരെൻ്റെ മിത്രങ്ങളാണ്. അവരറിയാതെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അവരറിയാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. സ്തെഫാനോസ് കല്ലുകീറ് കൊള്ളുമ്പോൾ, സ്തെഫാനോസ് കല്ലുകീറ് കൊണ്ട് മരണപ്രാപ്തി നിൽക്കുമ്പോൾ സ്തെഫാനോസ് പറയാ, കർത്താവ്, ഈ പാപം അവർക്ക് കണക്കെടുത്തതേ, ഈ പാപം അവർക്ക് നിർത്തരുതേ എന്നാ. ഹല്ലേലൂയ. നിങ്ങള് അപ്പോസ്തലരുടെ 7-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് ഭാഗം വായിച്ചാൽ സ്തെഫാനോസ് പറയുന്നത് കേൾക്കാൻ കഴിയും. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. ശത്രു നമുക്കുള്ളപ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ ധൈര്യം ഉണ്ടാകുന്നത്.
ശത്രുവിൻ്റെ ഒരുപാട് വെല്ലുവിളി വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ഞാനൊക്കെ അങ്ങനെയൊക്കെ ശക്തി പ്രാപിക്കുന്നത് കേട്ടോ. അല്ലേലിയ. ഒരുപക്ഷെ നമുക്ക് നമ്മളൊന്നും ശത്രുക്കൾ നമുക്ക് ചുറ്റും എഴുന്നേക്കുന്നേ. ശത്രുക്കൾ നമുക്ക് ചുറ്റും എഴുന്നേറ്റ് നിനക്കെതിരെ വാദിക്കും. അല്ലേലിയ. നിനക്കെതിരെ വാദിക്കും. നിന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കും. വ്യാജം നിന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കും. നിന്നെ മോഷണ കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കും. നിന്നെ പീഡന കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കും. അല്ലേലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ പീഡന കേസ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ സ്ത്രീകളോടൊക്കെ മിണ്ടുന്നത് സൂക്ഷിച്ച് വേണം. ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കും, വാട്സപ്പിലും ഫോണിലൊക്കെ സൂക്ഷിച്ചേ സംസാരിക്കാവുള്ളൂ. നീ പറയുന്ന വാക്കുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് നിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കും, പീഡന കേസ്. നീ പിന്നെ അകത്ത് പോകും. ശരിയാ. ഇന്നത്തെ നമ്മുടെ സ്ഥിതി അതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ്, നിന്റെ വാക്കുകൾക്ക് നീ കടിഞ്ഞാണിട്ടുകൊണ്ട് നിനക്ക് നേരെ ദൂഷണ വാക്കുകൾ വരുമ്പോൾ നീ ബലഹീനനായി മാറാതെ നിന്നെക്കുറിച്ച് ദോഷണം പറയുന്നവരെ നീ ദൈവസം ലയിപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ. സ്തോത്രം. ദൈവം ന്യായം വെളിപ്പെടുത്തും കേട്ടോ. ദൈവം ന്യായം വെളിപ്പെടുത്തും. എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞവർക്ക് പിന്നത്തേതിൽ അവരൊരുപാട് കഷ്ടം സഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പ്രൈസലോ. നമ്മൾ ആർക്കും ഒരു ദോഷം ചെയ്യരുത്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് പാപം തന്നെയെന്ന് യാക്കോബ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നന്മ ചെയ്യുവാൻ വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചത്. ആ നന്മ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ പാപം. നമ്മൾ നന്മ ചെയ്യുന്നില്ലെങ്കിൽ തിന്മയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൈസലോ. ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരാം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ യഹോവയുടെ ഹല്ലേലൂയ യഹോവയുടെ അനുഭവത്താൽ ഹല്ലേലൂയ ദൈവിക സാന്നിധ്യത്താൽ നിങ്ങളുടെ ഹൃദയം നിറയണം. ദൈവിക ഹൃദയത്താൽ നിങ്ങളുടെ ജീവിതം നിറയണം. ഇവിടെ ദൈവവചനം വായിക്കും. നിങ്ങളുടെ ഓരോ ശ്വാസങ്ങളും അറിയുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ ഓരോ നിമിഷങ്ങളും അറിയുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും പൊഴിയുന്ന അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചില്ല ഒരു ശത്രുവിനും എതിർത്ത് നിൽപ്പാൻ സാധിക്കുകയില്ല. കുടുംബത്തിന് വിരോധമായി യാതൊരു ദുഷ്ടശക്തികളും അടുക്കുകയില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:19 വായിക്കുന്നത്, കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളി പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരുമെന്ന്. അതെ, നീ ദൈവാത്മാവിലാണെങ്കിൽ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവുണ്ടല്ലോ, നിനക്കെതിരെ നിൽക്കുന്ന അന്ധകാരമുണ്ടല്ലോ, അതിനെ ദൈവം നീക്കുവന്നേ. അല്ലേലും നിന്നെ തകർക്കാൻ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലമുണ്ട്. ദൈവം അതിൽ നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനാ വീരൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഉള്ളില് ഒരു പ്രാർത്ഥനാ വീരൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഉള്ളിലെ പ്രാർത്ഥന വീരൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നവർ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരിൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പറഞ്ഞവരെ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പെന്തക്കോസ്ത് നാൾ വന്നപ്പോഴേ എല്ലാവരും ഒരു സ്ഥലത്ത് 120 ഒന്നിച്ചു കൂടിയിരിക്കുക. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. അതെ, പെന്തക്കോസ്ത് നാളിൽ പകർന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്തിന്റെ ഉള്ളിലേക്ക് ദൈവം പകരാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിന് എന്തിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർ ഓരോരുത്തരും പതിഞ്ഞപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചതുപോലെ നിന്റെ ഉള്ളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന മനുഷ്യൻ ഉണ്ടായിരിക്കണം. ആ പ്രാർത്ഥന മനുഷ്യൻ പരിശുദ്ധാത്മാവായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥനവിനായി പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ശത്രുവിന്റെ ശക്തികളെ തകർക്കുവാനുള്ള ബലം ആമേൻ ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ശത്രുവിന്റെ ബലത്തെ തകർക്കാനുള്ള ബലം ദൈവം തരും. നിങ്ങളൊരു പരാക്രമശാലിയെ പോലെ ദൈവം എഴുന്നേൽപ്പിക്കും. ഗിദെയോനെ ദൈവം വിളിക്കുന്ന ഒരു വാക്യമുണ്ട് കേട്ടോ. ഗിദെയോനെ ചിലരുടെ ദൈവം പറയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6 വായിച്ച
പരാക്രമശാലിയെ എന്നാ ഗിദെയോനെ വിളിക്കുന്നത്. ആ ഭാഗത്തേക്ക് പോകുന്ന സമയമില്ല, അതിനെ പറഞ്ഞത് മാത്രം. അപ്പൊ നിങ്ങളുടെ ശത്രുക്കൾക്ക് നേരെ നിങ്ങളൊരു പരാക്രമശാലിയെ പോലെ എഴുന്നേൽപ്പിക്കാൻ കർത്താവിന് കഴിയുമെന്നാണ്. നീ ഒരു പരാക്രമശാലിയെ പോലെ എഴുന്നേറ്റാൽ മിദ്യാനിലെ ഓടിച്ചതുപോലെ ഗിദെയോൻ മിദ്യാനിൽ ഓടിച്ചതുപോലെ നിനക്ക് നേരെ എഴുതേക്കുന്ന മിദ്യാനി ശക്തികളെ നീ തകർക്കും, നീ ഓടിക്കും. നിന്റെ പ്രാർത്ഥനയ്ക്കും പിശാചിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പിശാച് എല്ലാത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും, പക്ഷെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് പിശാചിന് പേടിയാ. പ്രാർത്ഥിക്കുന്നവരെ കാണുന്നത് പിശാചിന് പേടിയാ. അത് നിന്റെ ഉള്ളിൽ പ്രാർത്ഥനയുടെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിന്നെ ഒരു പരാക്രമശാലിയെ പോലെ ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ചിട്ട് നിനക്കെതിരെ വരുന്ന ശത്രുവിനെ അവൻ തുരത്തി ഓടിക്കും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്ന, അവൻ ഒരു വഴിയായി വന്ന് 7 വഴിയായി ഓടിപ്പോകുന്ന. ലേലിയ എങ്ങനെയാണ് നിന്റെ ശത്രു എങ്ങനെ ഒരു വഴിയായി വന്നിട്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിന്നെ ഒരു പരാക്രമശാലിയെ പോലെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ പ്രവർത്തിക്കുമ്പോൾ നിനക്കെതിരെ ശത്രുവിനെ 7 വഴിയായി ചിതറിപ്പോകുമെന്നാണ്. അതിൽ ഇതൊക്കെ ദൈവവചനമാകട്ടോ. അതെ, നിന്നെ ദൈവം കാത്ത് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നികത, നിങ്ങൾ അലിയാൻ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഒരു യുദ്ധ ഭടനെ പോലെ, ദൈവത്തിന് മുമ്പില് ഒരു യുദ്ധ ഭടനെ പോലെ, യുദ്ധവീരനെ പോലെ നിങ്ങൾ നിന്നുകൊടുത്താൽ, നിങ്ങളൊരു സേനാധിപതിയെ പോലെ ആയി നിന്നാൽ പരിശുദ്ധമാവും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളൊരു പ്രാർത്ഥന വീരൻ, ഒരു യുദ്ധവീരൻ, ഒരു യുദ്ധഭടൻ, ഒരു സേനാധിപതിയെ പോലെ നിങ്ങൾ എഴുന്നേക്കുക, സടകുടഞ്ഞ് എഴുന്നേക്കുക. നിങ്ങളുടെ യുദ്ധത്തിൽ നിങ്ങൾ തകരുകയില്ല. സാത്താൻ തകരും. കണ്ണുകളടച്ചാട്ട് വായിച്ച പത്രത്തിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുടർന്ന് നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഇരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ വേദനകൾ മുഴുവൻ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വന്നാൽ ശത്രു ചിതറിപ്പോവും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ട് കേരളത്തിൽ, ഭാരത ലോക രാജ്യങ്ങൾ 100 കോടി ജനത്തിനായി, തലമുറകൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസം വിട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന എല്ലാവരും, എല്ലാ ഗോത്രഭാഗങ്ങളെയും എല്ലാം കർത്താവ്, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കും സകല ജനതയും, ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരം, യുവനത്തിൽ, വാർദ്ധക്യം, അശമയാചകർ, ഓർഫനേജ്, ഓർഡൻ തടവറയിലായിരിക്കുന്നവർ, കർത്താവ്, എല്ലാ രാജ്യരാഷ്ട്ര തലന്മാരെ, ഭരണാധിപന്മാരെ, ന്യായാധിപന്മാരെ, ക്രമസമാധാന പാലകരെ, മത നേതാക്കന്മാരെ, രാഷ്ട്രീയക്കാരെ, തീവ്രവാദികളെ, ഭീകരവാദികളെ, വർഗീയവാദികളെ, മദ്യത്തിന് ലഹരി അടിപ്പെട്ട് കിടക്കുന്നവരെ, ജീവിതത്തിൽ രോഗം കഴിയാത്ത കടക്കണിയിലൂടെ, രോഗത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വെല്ലുവിളിയുടെ നടുവിലായിരിക്കുന്ന സകല ജനത്തെയും, മാരകമായ രോഗങ്ങൾക്ക് അധീനപ്പെട്ട് കിടക്കുന്ന ആനവധി ജനത്തെ ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവമേയുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ദൈവം, അവർക്ക് വീണ്ടും പോലെ പ്രാർത്ഥിക്കാനുള്ള കൃപ കൊടുത്ത് അവരെ പ്രാർത്ഥന പോലെ ആളെയാക്കി മാറ്റണമേ. ഒരു യുദ്ധവീരനായി, ഒരു പ്രാർത്ഥന ഭടനായി മാറ്റുവാൻ കർത്താവേ അവരെ ശക്തീകരിക്കണമേ. ആരും തകർന്നു പോയി പ്രഭാതത്തിൽ ലോകരാജ്യങ്ങളും എല്ലാ ജനത്തെയും ഏൽപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ അയക്കുന്നവർ എല്ലാവരും 2 വീലും 3 വീലും 4 വീലും ആമി യാത്ര, കരയിലും കടലും ആകാശമാർഗം യാത്ര ചെയ്യുന്നവരെയും വാഹനം ഓടിക്കുന്നവരെയും എല്ലാ തീവ്രങ്ങളെ ഏൽപ്പിക്കുന്നു. തലമുറ എല്ലാം തൊട്ടുറമേ, എല്ലാ ധാർമ്മിക പുറത്തു വരുവാൻ മാനസാന്തരപ്പെടുന്ന ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.